Watch full episodes on Jio Hotstar. ചുവന്ന ഗോളം എല്ലാവരും മാറി നിൽക്കങ്ങോട്ട് മാറാൻ പേടിക്കണ്ട ചുവന്ന ഗോളമൊന്നും അല്ല ഇതിന് തീ എന്നാ പറയുന്നത്. ഇതിനെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒരപകടം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ കുട്ടികളെ, വിശക്കുന്നുണ്ടോ? എടുത്തു കഴിച്ചോ. മക്കളെ അത് കഴിക്കരുത്. മക്കളെ നിക്ക്, അത് ചുട്ടമീനാണ്, കഴിക്കരുത്. തിരിച്ചു വരൂ. എനിക്ക് വേണം. ഇത്രയും രുചിയുള്ള മത്സ്യം ഇതുവരെ കഴിച്ചിട്ടില്ല. ചുവന്ന ഗോളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനവുമുണ്ട്. പക്ഷെ എനിക്കിതിനെ പേടിയാ. പക്ഷെ നിങ്ങൾ എന്തിനാ തീനെ പേടിച്ചത്? കുറച്ചുനാൾ മുമ്പുള്ള കാര്യമാണ്. ഒരു ദിവസം ഞാനും എന്റെ 3 മക്കളും സക്കീറ, ഇപ്പോൾ അവരെ നീ കണ്ടില്ലേ, സാബുവും തോബുവും ഒരുമിച്ച് പോകുകയായിരുന്നു. സാബുവിനെയും തോബുവിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഇത് കണ്ടോ, എന്റെ കയ്യിലെ പാടുകൾ കണ്ടോ, തീപ്പൊള്ളിയതിന്റെ. ഈ കാരണം കൊണ്ടാണ് എന്റെ മകൻ സക്കീറ അപരിചിതരാരെയെങ്കിലും കണ്ടുമുട്ടിയാൽ കോപം കൊണ്ട് അവനെ പിടിച്ചു നിർത്താനാവില്ല. ഇതുവരെ സാബുവിന്റെയും തോബുവിന്റെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംഭവിച്ചത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മക്കളെ അങ്കാരയുടെ ഗാങ്ങിൽ നിന്നും തീർച്ചയായിട്ടും ഞങ്ങൾ രക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ മീൻ കഴിപ്പിച്ച് എന്നിട്ട് നല്ല നല്ല വർത്താനങ്ങൾ പറഞ്ഞ് എന്റെ അച്ഛനെ വിഡ്ഢിയാക്കാൻ കഴിഞ്ഞേക്കാം. എന്നെ അല്ല, നാളെ രാവിലെ മാച്ച് കളിക്കാം. എന്നിട്ട് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടുന്ന് സ്വതന്ത്രമാക്കുള്ളൂ. സക്കീറ, ശാന്തനാകൂ. കോപം വളരെ നിയന്ത്രിക്കാൻ നീ പഠിക്കണം. കോപം സ്വയം നശിപ്പിക്കും, അഗ്നി എല്ലാവരെയും നശിപ്പിക്കും. നാളെ രാവിലെ തീർച്ചയായും മാച്ച് ഉണ്ടാകും. പൊളിച്ചെടുത്തല്ലോ. നമ്മളെന്താ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കുന്നേ? ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. എന്തെങ്കിലും ചെയ്യേ. കണ്ടില്ലേ,
അവരുടെ ഭക്ഷണമല്ലേ നമ്മൾ അന്ന് മോഷ്ടിച്ചത്. ചെല്ല്, അവരോട് വന്ന് രക്ഷിക്കാൻ പറയ്. കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നു. ആഹാ, ശരിയാണല്ലോ. വരൂ ഷീലു, നമുക്ക് അവരുടെ അടുത്തേക്ക് ഇത് പോകാം. നന്നായിരുന്നു അല്ലേ? പത്തിലും അത് കണ്ടോ, ആ സീലും പെൻഗ്വിൻസും ഇവരായിരുന്നു അന്ന് നമ്മുടെ ഭക്ഷണം അടിച്ചു മാറ്റി കൊണ്ടുപോയത്. ഹലോ നല്ലവരായ മനുഷ്യരെ, പ്ലീസ് എന്റെ കൂട്ടുകാരെ സഹായിക്കുമോ? പ്ലീസ് സഹായിക്കൂന്നേ. സഹായിക്കൂ പ്ലീസ്, വേഗം സഹായിക്കൂ. അവർ ഞങ്ങളെ വെറുതെ വിടില്ല. പ്ലീസ് ഹെൽപ്പ്. ഓഹോ, കള്ള ശിരോമണികളെ, ഇപ്പോഴെങ്കിലും മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ. ഞങ്ങളുടെ ഭക്ഷണം മുഴുവൻ കട്ട് തിന്നത് പോരാ, എന്നിട്ട് ഞങ്ങളോട് തന്നെ വന്ന് സഹായവും ചോദിക്കുന്നു അല്ലേ? ഇന്ന് എടുത്തോളൂ, എത്ര വേണേലും കഴിച്ചോളൂ, പക്ഷെ അവരെ രക്ഷപ്പെടുത്തൂ. നിങ്ങൾ പിടിച്ച മീനിനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. തിരിച്ചെടുത്തോളൂ, തിരിച്ചെടുത്തോളൂ. പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ, പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ. ശരി ശരി, ഞങ്ങൾ സഹായിച്ചോളാം. കേക്ക് വലിയേട്ടാ, ഈ സീൽസിനെ വിട്ടേക്കരുതോ. അവറ്റകളെ കണ്ടിട്ട് പാവം തോന്നുന്നില്ലേ? എത്ര വിഷമിച്ചിരിക്കുന്നു. അഹോ, നിങ്ങൾ ഇവരെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. മാച്ച് കഴിയുന്നു, നിങ്ങളുടെ കാര്യവും കഴിയുന്നു. പത്തിനോയന്മാർ തുടങ്ങുന്നതിന് മുമ്പേ തീർക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പത്തിലും എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു, നീ ഇവരെ ഫുർഫുറി നഗറിലേക്ക് അയച്ചാ ഇവര് നിനക്ക് ചായക്കടക്കാരൻ ചേട്ടന്റെ അടുത്തുനിന്ന് സമോസ വാങ്ങി കൊണ്ടുവരും. പൊളിച്ചേ! അടിപൊളി ഐഡിയ ആണല്ലോ. അതെ ഗാഡ് ചേട്ടാ, നല്ല മനോഹരമായ ഒരു സ്ഥലം കാണണമെന്നുണ്ടോ? വെറും പച്ചപ്പ് മാത്രമുള്ള ഒരു സ്ഥലം. മാത്രമല്ല ആടുന്ന മയിലും പറക്കുന്ന പക്ഷികളും നദിയും കുളവും കാണണമെന്നുണ്ടോ? പച്ചപ്പോ? അതെന്നാ കുന്തമാ? ആ ഉണ്ടെങ്കിൽ കാണിക്കേ. നമ്മളിവിടെ എല്ലായിടത്തും ഐസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഫുർഫുറി നഗരിൽ നിന്ന് നിങ്ങൾ എനിക്ക് നല്ല ചൂടുള്ള സമൂസകൾ കൊണ്ടുവരണം. സമ്മതമല്ലേ? റെഡി സ്റ്റഡി ഗോ. ചായക്കടക്കാരൻ ചേട്ടാ, കേക്ക്. അതെ, എന്നാ ഇത് പിടിച്ചോ. ഈ സമോസ മോട്ടുവിന് കൊടുത്തേക്കേ, മറക്കാതെ കൊടുത്തേക്കണേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പോയിക്കോ, ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിട്ടും സത്യം തന്നെയാ. നിങ്ങളുടെ ലോകമാണെങ്കിൽ സത്യമായിട്ടും എന്ത് ഭംഗിയാ കാണാൻ. അവിടെ എന്തൊക്കെയുണ്ട്. ആഹാ, അത് ഞങ്ങളാണെങ്കിൽ ഇന്ന് വരെ ഇതാ വിചാരിച്ചിരുന്ന, അതായത് ലോകം മുഴുവൻ ഐസ് മാത്രമാണെന്ന്. നിങ്ങൾ സത്യമായിട്ടും വലിയ മനുഷ്യരാ. ഇന്നാ വെച്ചോളൂ നിങ്ങളുടെ സമോസ. പൊളിച്ചേ! അല്ല, ആ സീൽസ് എങ്ങോട്ട് പോയി? സീൽസ് ഒക്കെ എപ്പോഴേ രക്ഷപ്പെട്ടു. സോറി കൂട്ടുകാരാ, വെരി സോറി. സമൂസേ! മോട്ടുപ്പത്തിലു, വരൂ നമുക്ക് മാച്ച് തുടങ്ങാം. സക്കീരയുടെ ഇന്നലത്തെ പ്രവൃത്തിയിൽ വിഷമിക്കരുത്. മാച്ച് ആസ്വദിച്ച് കളിക്കൂ. കൂട്ടുകാരെ, നമുക്ക് ഇവരെ കാണിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. എടാ, നീ ഞങ്ങളുടെ സൈഡല്ലേ?
അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ ഇവരെ അങ്ങ് തീർത്ത് കളയും. അല്ല കൂട്ടുകാരെ, പെട്ടെന്ന് പോ, അവരെ ഒന്ന് സഹായിക്ക്. അവര് നമ്മുടെ കൂട്ടുകാരല്ലേ. നിങ്ങൾ രണ്ടും പോയിക്കോ, ഇനി ഞങ്ങളെ കളിച്ചോളാം. മോട്ടു, ഇതാ സീൽസുകളാണ്. നമ്മള് മുൻപേ രക്ഷിച്ചില്ലേ? ഇപ്പൊ അവര് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഈ മോട്ടും പത്തിനും ഒരു സംഭവം തന്നെയാണല്ലോ. ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ല. സീലുകളുമായി ഇത്രയും പെട്ടെന്ന് കൂട്ടായോ? ഇവർ അങ്കാരയുടെ ആൾക്കാരാവാൻ വഴിയില്ല. ഡോക്ടർ ജക്ക് അവിടെ ഒളിച്ചിരുന്ന് ജോലി ചെയ്യുകയാണ്. വലിയേട്ടാ, ഇനി എത്ര സമയം എടുക്കും? എനിക്ക് കുറച്ചും കൂടി സമയം എന്താ ചങ്കേ? കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അങ്കാരയ്ക്കുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കി എടുത്തോളന്നേ. നിങ്ങൾ ഇപ്പോഴും കറങ്ങി നടക്കുവാണോ? മോട്ടു, ഇനി 10 മിനിറ്റേ ബാക്കിയുള്ളൂ. നമുക്ക് ആ വയർ എങ്ങനെയെങ്കിലും ഊരിയിടണം. ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ഇവര് രണ്ടുപേരും വീണ്ടും വന്നിരിക്കുകയാണോ? ഇവരെങ്ങനെയാ രക്ഷപ്പെട്ടത്? അവരെ പിടിക്കൂ. ഇല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൊന്നുകളയും. കോലാബാരൂദ്, അവരെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കണം എന്നുള്ള ഫ്ലേവർ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. വേറെ വല്ലതും തരട്ടെ? ഓ, ഞാൻ ഐസ്റ്റിക് അല്ല ചോദിച്ചത്. മോട്ടുവിനെയും പത്ലുവിനെയും തീർക്കാനാ പറഞ്ഞത്. സാബു, തോബു, എന്റെ കുഞ്ഞുങ്ങളെ, സക്കീറ, ഈ ഫാമിലി ഡ്രാമ ഇനിയും എത്ര നേരം ഉണ്ടാവും? തീർത്ത് കളയുവരെ. എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഇൻവിസിബിൾ പ്ലെയിൻ എടുത്ത് പോകുന്നതാണ് നല്ലത്. എന്നിട്ട് ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ പ്ലെയിനും കയ്യിൽ പോകും ബോസ്. ഓ, ഓക്കേ, നീ പറഞ്ഞതും ശരിയാണ്. ബൈ ബൈ മോട്ടു പത്ലു. മോട്ടു, അത് നോക്ക്, അങ്കാര ഇൻവിസിബിൾ പ്ലെയിനോട്ട് പോയി. മോട്ടു പത്ലു, നിങ്ങളുടെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. വേഗം അങ്കാരയെ പിടിക്കൂ, പോകൂ. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും കാണാം. പത്ലു വരൂ, എല്ലാവരും ഓരോ പ്ലെയിനുമായിട്ട് അങ്കാരുവിന്റെ പുറകിൽ പോവാം. മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് അങ്കാരെ കൊണ്ട് കഴിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദേഹത്തുള്ള തീ എല്ലാം പൊയ്ക്കോളും. അപ്പൊ അയാൾക്ക് ശക്തിയില്ലാതാവും. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. പെട്ടെന്ന് തന്നെ ഒരു പ്ലെയിനും എടുത്ത് വന്നോളൂ.
ഫുർഫുറി നഗരത്തിലുള്ള ജനങ്ങൾക്ക് ഇന്നാണ് ശരിക്കുമുള്ള ഷോ. കൂട്ടുകാരെ, ഒരാളുടെ മുകളിലായി ഒരാൾ നിൽക്കൂ. ഒരു പ്രാവശ്യമേ ചാൻസ് കിട്ടുള്ളൂ. ഓക്കേ, കമോൺ, സ്പീഡ്, മോർ സ്പീഡ്, മോർ സ്പീഡ്. പത്തിലു അങ്കാരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മോട്ടു. പൊളിച്ചെടുത്തല്ലോ. എനിക്കവനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവനെ കൊല്ലാൻ സാധിക്കുക? മമ്മി പറയൂ പറയൂ. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. അവനെങ്ങനെയാ നമ്മൾ പിടിക്കുക? ഐഡിയ. കളർ സ്മോക്ക് അടിച്ചു കഴിഞ്ഞാൽ പ്ലെയിനിൽ കളർ വരും. ദേ കണ്ടില്ലേ, ഇതാണ് കളർ ബട്ടൺ. ഡോക്ടർ ജഡ്ക, ചിങ്കം സാർ, ഗസീറ്ററാം, കളർ ബട്ടൺ അമർത്തൂ. മുഴുവൻ സ്ഥലത്തും പിങ്ക് കളർ അടിക്ക്. ഇതുവരെന്താ ചെയ്തത്? ഇപ്പൊ എന്റെ പ്ലെയിൻ ഇൻവിസിബിൾ അല്ല. ഇല്ല ഇല്ല, ഇപ്പൊ ഈ പ്ലെയിൻ ഇൻവിസിബിൾ അല്ല. ഞാൻ മോട്ടുവിനെയും പത്തുവിനെയും ഒരിക്കലും വിടില്ല. ശാന്തമാകൂ ബോസ്, ശാന്തമാകൂ. നീന്റെ മൈസിന്റെ സംഗമം കാത്തു സൂക്ഷിക്കൂ ബോസ്. എത്ര പ്രാവശ്യം പറയണം? അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്ലെയിൻ കത്തിപ്പോവും. എന്റെ അമ്മോ, എത്രയും പെട്ടെന്ന് പാരഷൂട്ട് തുറക്കണം. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് തോന്നുന്നു അവന്റെ പാരച്യൂട്ട് ഓപ്പൺ ആകുന്നില്ലെന്നാ. ബോസ്, ദാ മോട്ടു പത്തിലു താങ്കളെ കാണാൻ വന്നിരിക്കുന്നു. പ്ലെയിനിന്റെ തൊട്ട് മുകളിലുണ്ട്. ഇനി നിങ്ങൾ തന്നെ അവരുടെ കാര്യം നോക്കിക്കോളൂ. ഞാനിവർ രണ്ടുപേരെയും നോക്കിക്കോളാം. നീ പ്ലെയിൻ ഓടിക്കേ. മോട്ടു, ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. വാ, എന്നോട് ഏറ്റുമുട്ട്. ഒന്നു നടക്കൂ ബോസ്. തീയുടെ ഐസിന്റെ സംഗമം സൂക്ഷിക്കൂ ബോസ്. ശാന്തമാക്കൂ. പത്തിലു വരിയാ, വരൂ, പ്ലെയിൻ പറപ്പിക്കൂ. എനിക്ക് തീന്റെ ഐസിന്റെ സംഗമം കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ കഥ കഴിഞ്ഞു പോകും. മോട്ടു, എന്ത് സംഭവിച്ചാലും ശരി ഡോക്ടർ ജഡ്കയുടെ ആന്റിഡോട്ട് അവന്റെ വായിൽ ഒഴിക്കണം. ഞാൻ പ്ലെയിൻ ശ്രദ്ധിച്ചോളാം. മോട്ടു, ഇന്ന് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. വാ, എന്നോട് ഏറ്റുമുട്ട്. ശാന്തമാകൂ ബോസ്. തീയുടെ ഐസിന്റെ സംഗമം.
മോട്ടു മോട്ടോ ബൈ ബൈ. അങ്കാര ബൈ ബൈ. എനിക്കിതെന്താ സംഭവിക്കുന്നത്? ഇതെന്താ സംഭവിക്കുന്നത് എനിക്ക്? ഇല്ല 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 ഇല്ല. മിഷൻ അക്കംപ്ലിഷ്ഡ്. ഞങ്ങൾ ഇതേ വന്നു കഴിഞ്ഞു. ശരി, എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു വേണ്ടിയാണ് സംഭവിക്കുന്നത്. ഞാൻ ഇയാളെ തണുപ്പിച്ച് ഒരു പരുവമായിരിക്കുകയായിരുന്നു. സാറ് കണ്ടല്ലോ, മോട്ടു പത്ലു നിങ്ങളുടെ ഇൻവിസിബിൾ പ്ലെയിൻ കൊണ്ടുവന്നിരിക്കുന്നു. മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. ഞാൻ നിങ്ങൾ രണ്ടുപേരോടും എത്രയൊക്കെ നന്ദി പറഞ്ഞാലും അതൊരിക്കലും മതിയാവില്ല. മോട്ടു, ഇതെന്താ ഇത്? ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ആരാണ് ഇയാൾ? ഇയാളാണ് അങ്കാര. ഇയാളാണ് നമ്മുടെ പ്ലെയിൻ മോഷ്ടിച്ചത്. ബാക്കി കഥകളൊക്കെ അത് വലിയൊരു കഥയാണ് സാറേ. അത് നമുക്ക് പതുക്കെ പറയാലോ. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ആദ്യം ചെന്നിട്ട് ഞാൻ നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കട്ടെ. Watch India's largest kids library only on Jio Hotstar. Download the app now.